ലോകം യസീദി സമൂഹത്തെ മറന്നുപോയപ്പോൾ അവർ ഭഗവാൻ കാർത്തികിനെ ഓർത്തു. ഇറാഖിലും തുർക്കിയിലും ജനിച്ച ഒരു പുതിയ ആശയം. കാർത്തിക്സ്ഥാൻ ഫ്രണ്ട്സ് എന്ന പുതിയ ഹിന്ദു രാഷ്ട്രം. മനുഷ്യരാശി നഷ്ടപ്പെടുന്നതായി തോന്നുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു സംസ്കാരം നിശബ്ദമായി കരയാൻ തുടങ്ങുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അതിക്രമങ്ങൾക്ക് വിധേയരായ ഒരു സമൂഹത്തെക്കുറിച്ചാണ്. ഇറാഖ്, തുർക്കി, സിറിയ എന്നിവയുടെ അതിർത്തികൾക്കിടയിൽ സ്ഥിരതാമസമാക്കിയ ഈ പുരാതന ഗോത്രമായ യസീദി സമൂഹം നൂറ്റാണ്ടുകളായി അതിജീവിച്ചു എന്നു മാത്രമല്ല, സംഘർഷത്തിന്റെ തീയിൽ സ്വയം സംരക്ഷിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവരെ സ്വീകരിച്ചില്ല, ലോകം അവരെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഈ സമൂഹം മായ്ക്കപ്പെടുമെന്ന് പലപ്പോഴും കരുതിയിരുന്ന തരത്തിൽ നിരവധി അതിക്രമങ്ങൾ നടന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. 2014-ൽ ഇറാഖിലെ സിൻജാർ പ്രദേശം ആസിസ് ആക്രമിച്ചപ്പോൾ യസീദി പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി. എന്നെ ഒഴിവാക്കരുത്, എന്റെ സുഹൃത്ത് സമൂഹത്തിന് ഹലോ പറയൂ. ആയിരക്കണക്കിന് പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ക്ഷേത്രങ്ങൾ കത്തിച്ചു, മതഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു പുതിയ രാഷ്ട്രം എന്ന ദർശനത്തോടെ യസീദി സമൂഹം പ്രതീക്ഷയോടെ ഉയർന്നുവന്നിരിക്കുന്നു. നമസ്തേ. നിങ്ങളുടെ സമ്മാനത്തിന് വളരെയധികം നന്ദി. ഞങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചുകൂട്ടിയ സംഘാടകർക്ക് വളരെയധികം നന്ദി. ഞങ്ങൾ ഇവിടെയുണ്ട്. USD ചരിത്രത്തെയും വായനയെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. USD സംസ്കാരം, സമാധാനം, സ്നേഹം, വളരെയധികം ബഹുമാനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ ചരിത്രം 6764 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പരസ്പരം എല്ലാ സമാനതകളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ വന്നതിനുശേഷം നിരവധി ഹിന്ദു സംസ്കാരം കണ്ടിട്ടുണ്ട്. കാർത്തിക്സ്ഥാനം, കാർത്തികേയന്റെ വിളിയായ യസീദി, സനാതനനും ഈ രാഷ്ട്രവും തമ്മിലുള്ള നിഗൂഢമായ ബന്ധം എന്നിവയ്ക്ക് അതിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ശിവന്റെ സൈന്യാധിപനായ സ്കന്ദന്റെ മകനായ ഭഗവാൻ കാർത്തികേയന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇറാഖും ഭഗവാൻ കാർത്തികേയനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇവിടെയാണ് വളരെ രസകരമായ ഒരു കഥ ആരംഭിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രശസ്ത ആത്മീയ ഗുരുവായ ശ്രീ രവിശങ്കർ ഇറാഖ് സന്ദർശിച്ചു. അവിടെ യാസിദി സമൂഹത്തിന്റെ ഏറ്റവും പുണ്യക്ഷേത്രമായ ലാലിസ് ക്ഷേത്രം അദ്ദേഹം സന്ദർശിച്ചു. ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ചുവരുകളിൽ ഒരു ഹിന്ദു സ്ത്രീ കാർത്തികേയനെ ആരാധിക്കുന്ന ചിത്രം കണ്ടു. ശ്രീ രവിശങ്കർ മഹാരാജ് ഞെട്ടിപ്പോയി. അവിടെ സന്നിഹിതയായിരുന്ന യാസിദി നേതാവായ മിർസ് ഇസ്മായിലിനോട് ഒരു ഹിന്ദു ദേവതയുടെ ഈ ചിത്രം എന്തുകൊണ്ടാണ് അവിടെയുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. മിർസ് ഇസ്മായിലിന്റെ ഉത്തരം എല്ലാം മാറ്റിമറിച്ചു. ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾ യാസിദികൾ വിശ്വസിക്കുന്നു. ഭഗവാൻ കാർത്തികേയനെ ഞങ്ങളുടെ യഥാർത്ഥ ദേവതയായി ഞങ്ങൾ കണക്കാക്കുന്നു. ഞങ്ങൾ സനാതനന്റെ പിൻഗാമികളാണ്. യാസിദികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ചരിത്രവും പാരമ്പര്യങ്ങളും നോക്കുമ്പോൾ ഇത് വെറും ഫാന്റസിയല്ല. യാസിദി മതത്തിലെ പല ആചാരങ്ങളും സനാതനധർമ്മത്തിന് സമാനമാണ്. തിലകം, മുഖത്തിന്റെ ഒരു അടയാളം, അഗ്നിയാഗം, ആരതി, പുനർജന്മത്തിലുള്ള വിശ്വാസം, ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ ആരാധന, വിളക്കുകൾ കത്തിക്കൽ എന്നിവ. യസീദി ക്ഷേത്രങ്ങളിൽ പോലും മയിലിനെ ഒരു ദിവ്യപ്രതീകമായും ഭഗവാൻ കാർത്തികേയന്റെ വാഹനമായും കണക്കാക്കുന്നു. ദക്ഷിണേന്ത്യയിൽ മുരുകൻ അഥവാ കാർത്തികേയനെ ഇപ്പോഴും വലിയ ഭക്തിയോടെ ആരാധിക്കുന്നു. തമിഴ്നാട്ടിലെ പളനി, ഫിരിച്ചുണ്ടൂർ, സ്വാമിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ യസീദി നേതാക്കൾ പതിവായി പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇത് മതവിശ്വാസം മാത്രമല്ല, നഷ്ടപ്പെട്ട നമ്മുടെ ചരിത്രവും സംസ്കാരവും വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. കാർത്തികിസ്ഥാൻ വെറുമൊരു പേരല്ല, അതൊരു സ്വപ്നമാണ്. യസീദികൾക്ക് അവരുടെ സംസ്കാരവും പാരമ്പര്യവും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം. യസീദി മനുഷ്യാവകാശ പ്രവർത്തകനും അന്താരാഷ്ട്ര നേതാവുമായ മിർസ് ഇസ്മായിൽ പറഞ്ഞു. നിരവധി വേദികളിൽ അദ്ദേഹം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UN-ൽ ഇന്ത്യ ശബ്ദം ഉയർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യസീദി ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേയൊരു രാജ്യം ഇന്ത്യയാണ്. കാരണം രണ്ടും അവയുടെ ശാശ്വത വേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറാഖിലെ ലാലിഷ് ക്ഷേത്രത്തിൽ നിന്നാണ് കാർത്തിക്സ്ഥാനം എന്ന ആശയം ഉദ്ഭവിച്ചത്. എന്നാൽ ലോകമെമ്പാടുമുള്ള യസീദികൾ അത് രൂപപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. വാഷിംഗ്ടൺ DC-യിലെ മുർഗൻ ക്ഷേത്രത്തിൽ അവർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ആ ചടങ്ങിൽ യസീദി മത നേതാവ് ഖുറോട്ടോ ഹാജി ഇസ്മായിൽ പറഞ്ഞു, ഞങ്ങൾ മുർഗനെ ആരാധിക്കുന്നു, കാർത്തികേയ ഭഗവാൻ. ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ മാതൃമതത്തിനുള്ളിൽ യസീദി പ്രതിസന്ധി തുടരുന്നു. സുഹൃത്തുക്കളെ, 2014-ലെ വംശഹത്യയ്ക്ക് ശേഷവും യസീദികൾ പൂർണ്ണമായും സുരക്ഷിതരല്ല. ഇന്നും അവരെ അവിശ്വാസികൾ എന്ന് വിളിക്കുന്നു. അവരുടെ പെൺമക്കളെ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നു. ഗ്രാമങ്ങൾ കത്തിക്കുന്നു. ലോകം നിശബ്ദമായി നോക്കി നിൽക്കുന്നു. UN, നാറ്റോ, അമേരിക്ക എന്നിവ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയ്ക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യയുടെ സനാതനി സമൂഹത്തിൽ യസീദി സംസ്കാരത്തോടുള്ള ആദരവും സ്വന്തത്വവും വീണ്ടും ഉണർന്നിരിക്കുന്നു. യസീദി പ്രസ്ഥാനത്തിൽ ഇന്ത്യ ഒരു പങ്ക് വഹിക്കുമോ?
ഇന്ന് ആഗോള വേദികളിൽ ഇന്ത്യ ശക്തമായ ഒരു രാഷ്ട്രമായി ഉയർന്നുവരുമ്പോൾ കാർത്തികിസ്ഥാൻ പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ അതിന്റെ പങ്കാളിത്തം അനിവാര്യമായി വരുന്നു. യസീദി പ്രസ്ഥാനത്തിന് ഇന്ത്യ ധാർമ്മിക പിന്തുണ നൽകുകയും ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദം ഉയർത്തുകയും വേണം. യസീദി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും തീർത്ഥാടന വിസകളും നൽകുക. ഏറ്റവും പ്രധാനമായി, സുഹൃത്തുക്കളെ, ഇന്ത്യൻ പൊതുജനങ്ങളോട് അവരുടെ കഥ പറയുക. കാരണം ഈ പോരാട്ടം ഏതെങ്കിലും മതത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ചും സാംസ്കാരിക നിലനിൽപ്പിനെക്കുറിച്ചുമാണ്. നിങ്ങളുടെ പങ്ക് എന്താണ്? ഇനി ചോദ്യം ഇതാണ്, സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ സനാതനധർമ്മത്തിൽ വേരൂന്നിയ ഒരു സംസ്കാരം വീണ്ടും അതിന്റെ കാലിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ യസീദി സഹോദരീസഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തുമോ? അങ്ങനെയെങ്കിൽ ദയവായി ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളുമായി പങ്കിടുക. സനാതൻ ഇന്ത്യയുടെ അതിർത്തികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് കരുതുന്നവരുമായി ഇത് പങ്കിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ. ജയ് കാർത്തികേയ. ഓർക്കുക, സനാതനം വെറുമൊരു മതമല്ല, അത് നമ്മുടെ ഉദ്ഭവമാണ്. കാർത്തികസ്ഥാൻ വെറുമൊരു നാടല്ല, നഷ്ടപ്പെട്ടുപോയ ഒരു പുനർജന്മമാണ്. ജയ് യാസിദി, ജയ് കാർത്തികിസ്ഥാൻ, ജയ് സനാതൻ.